ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് കവർ ചെയ്യാനുള്ളത് കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. അക്കോർഡിംഗ് ടു ദ സിലബസ് വി നീഡ് ടു ചെക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 8086, 80286, 80386, 80486 ആൻഡ് പെൻറ്റിയം പ്രോസസ്സേഴ്സ്. ഫസ്റ്റ് 8086 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബ്രീഫായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയാം. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1978. ദെൻ ഡേറ്റാ ബസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 16 ആണ്. അഡ്രസ് ബസ് വിഡ്ത്ത് 20 ആണ്. അതുകൊണ്ട് തന്നെ അഡ്രസ്സബിൾ മെമ്മറി എന്ന് പറയുന്നത് 1 MB ആണ്. ദെൻ നമ്പർ ഓഫ് പിൻസ് ഇറ്റ്സ് 40. അതേപോലെ ഫങ്ഷണൽ ബ്ലോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. മെയിനായിട്ട് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ്. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫസ്റ്റ് ഇവിടെയാണ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് 80286 പ്രോസസ്സർ ചെക്ക് ചെയ്യാം. ഇൻറ്റൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻ 1982. ഇതൊരു 16-bit മൈക്രോ പ്രോസസ്സറാണ്. അഡ്രസ്സബിൾ മെമ്മറി എന്ന് പറയുന്നത് 16 MB ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 8086 കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മച്ച് ഹയർ. അതുകൊണ്ട് തന്നെ വിത്ത് ദ ഒറിജിനൽ റിലീസ് ഓഫ് 8 MHz ക്ലോക്ക്, the 80286 was able to execute 4 million instructions per second. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് വെൻ കമ്പയർഡ് വിത്ത് ദ 8086 മൈക്രോ പ്രോസസ്സർ. അതുപോലെ ഡേറ്റാ ബസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 16, അഡ്രസ് ബസ് വിഡ്ത്ത് 24. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെ പറഞ്ഞ മൈക്രോ പ്രോസസ്സേഴ്സിനെല്ലാം അഡ്രസ്സും ഡേറ്റയും, അഡ്രസ് ബസ്സും ഡേറ്റാ ബസ്സും മൾട്ടിപ്ലക്സ്ഡ് ആയിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ആൻഡ് ഡേറ്റാ ബസ് ലൈൻസ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പിൻസ് എന്ന് പറയുന്നത് ഇവിടെ 68 ആണ്. നെക്സ്റ്റ് വൺ ഈസ് 80386. ഇൻറ്റൽ 1986 32-bit മൈക്രോ പ്രോസസ്സർ റിലീസ് ചെയ്തു. അതാണ് 80386. ഇതിനു മുമ്പ് ഇൻറ്റൽ ഒരു 32-bit മൈക്രോ പ്രോസസ്സർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഒഫീഷ്യലി ഫെയിലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദിസ് വാസ് ഇൻറ്റൽസ് ഫസ്റ്റ് പ്രാക്ടിക്കൽ 32-bit മൈക്രോ പ്രോസസ്സർ വിത്ത് 32-bit database, 32-bit memory address, and 80386 can be addressed up to 4 GB of memory. And the clock between 12 and 40 MHz. Then it contains internal cache memory, which allowed it to process data at higher rates, much higher rates. Then ഇവിടെ number of pins എന്ന് പറയുന്നത് 132 ആണ്. Then in 1989, Intel introduced another microprocessor, that is 80486. ഇതിന് ഡേറ്റാ ബസ് വിഡ്ത്തും അഡ്രസ് ബസ് വിഡ്ത്തും സെയിം ആണ്, 32-bit. അഡ്രസ്സബിൾ മെമ്മറി എന്ന് പറയുന്നത് 4 GB പ്ലസ് 16K ക്യാഷ് മെമ്മറി. ഇതെന്ന് പറയുന്ന അപ്ഗ്രേഡഡ് വെർഷൻ ഓഫ് 80386 ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് വിത്തിൻ 1 ക്ലോക്ക് സൈക്കിൾ. ഓക്കെ, നമ്പർ ഓഫ് പിൻസ് എന്ന് പറയുന്നത് ഇവിടെ 168 ആണ്. ദെൻ ഇൻ 1993 Intel introduced their 5th generation processor, that is Pentium. അവിടെ ഡേറ്റാ ബസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 64-bit ആണ്. അഡ്രസ് ബസ് വിഡ്ത്ത് 32 ആണ്. ദെൻ 8 bytes of data can be transferred in a single bus cycle, and it supports advanced pipelining. Then it has instruction cache, 8 KB dedicated cache memory for instruction and data. Number of pins എന്ന് പറയുന്നത് ഇവിടെ 237 ആണ്. നെക്സ്റ്റ് ആ ഒരു ടേബിൾ കൂടി ചെക്ക് ചെയ്യുക. ഇൻറ്റൽസ് ഹാൻഡ് ബുക്കിൽ നിന്ന് എടുത്ത ടേബിളാണത്. അവിടെ ഡിഫറെൻറ്റ് മൈക്രോ പ്രോസസ്സേഴ്സും അതിൻ്റെ ഡേറ്റാ ബസ് വിഡ്ത്തും മെമ്മറി സൈസും തന്നിട്ടുണ്ട്. നമ്മൾ 8085 പഠിച്ചു, ദെൻ 8086, ദെൻ 80286, 80386, 80486 ആൻഡ് പെൻറ്റിയം പ്രോസസ്സേഴ്സ് കമ്പാരിസൺ ചെക്ക് ചെയ്തു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, 80386 ആൻഡ് 80486 ഡിഫറെൻറ്റ് വെർഷൻസ് കൂടി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് സിലബസിൽ വരുന്നത് മൈക്രോ കൺട്രോളേഴ്സാണ്. 8051 മൈക്രോ കൺട്രോളറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ആർക്കിടെക്ചർ തൊട്ട് പ്രോഗ്രാമിംഗ് വരെ പഠിക്കാനുണ്ട്. ദെൻ ഇൻറപ്റ്റ്സ്, അത് റിലേറ്റഡ് പ്രോഗ്രാമിങ്സ്, അതൊക്കെ വരുന്നുണ്ട്. എനിവേ ഈ ഒരു മോഡ്യൂളിൽ 8051 ആർക്കിടെക്ചറാണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം.